ഗ്രാമിക ന്യൂസിലേക്ക് സ്വാഗതം. മട്ടന്നൂർ നഗരസഭയുടെ മഴക്കാല പൂർവ്വ ശുചീകരണ പ്രവൃത്തികളുടെ ഭാഗമായുള്ള മെഗാ ശുചീകരണം ഈ മാസം 25-ന് മട്ടന്നൂരിൽ നടക്കും. നഗരത്തെ 5 കേന്ദ്രങ്ങളാക്കി തിരിച്ചാണ് ശുചീകരണം നടത്തുക. മട്ടന്നൂർ നഗരം 1000 സന്നദ്ധ പ്രവർത്തകർ ചേർന്ന് ശുചീകരിക്കുമെന്ന് നഗരസഭാ ഭരണസമിതി മട്ടന്നൂരിൽ വാർത്താസമ്മേളനത്തിൽ പറഞ്ഞു. ഈ മാസം 17 മുതലാണ് നഗരസഭാ പരിധിയിലെ വാർഡുകളിൽ ശുചീകരണ പ്രവർത്തനങ്ങൾ ആരംഭിച്ചത്. നഗരസഭയിലെ ടൗൺ ഒഴികെയുള്ള മറ്റ് പ്രധാന ഇടങ്ങളിൽ ശുചീകരണം നടത്തിക്കഴിഞ്ഞു. നഗരസഭാ പരിധിയിലെ കടകളിൽ 23, 24 തീയതികളിൽ ശുചീകരണം നടത്തും. മാലിന്യങ്ങൾ വേർതിരിച്ച് ശേഖരിക്കാനും വ്യാപാരികൾക്ക് നിർദ്ദേശം നൽകി. കണ്ണൂർ റോഡിലെ വെള്ളക്കെട്ടിന് പൊതുമരാമത്ത് ഡ്രൈനേജ് നിർമ്മിക്കാത്തതാണ് കാരണം. ഇതിനുള്ള പരിഹാരം കാണാനും നിർദ്ദേശം നൽകിയിട്ടുണ്ട്. മെയ് മാസം 25-ാം തീയതി മട്ടന്നൂർ നഗരത്തിൽ 1000 സന്നദ്ധ പ്രവർത്തകരെ പങ്കെടുപ്പിച്ചുകൊണ്ട് മെഗാ ശുചീകരണ യജ്ഞം സംഘടിപ്പിക്കുകയാണ്. മുൻകാലങ്ങളിൽ നമ്മൾ ജനകീയ പങ്കാളിത്തത്തോടുകൂടി തന്നെയാണ് ശുചീകരണ പ്രവർത്തനങ്ങൾ സംഘടിപ്പിച്ചത്. ഇത്തവണയും ഇതേ രീതിയിൽ തന്നെ എല്ലാ വിഭാഗം ജനങ്ങളുടെയും സഹായ സഹകരണത്തോടുകൂടി നഗരത്തെ 5 ക്ലസ്റ്ററുകളാക്കി തിരിച്ചുകൊണ്ടാണ് ശുചീകരണ പ്രവർത്തനത്തിന് നേതൃത്വം കൊടുക്കുന്നത്. ഇതിൻ്റെ ഭാഗമായി നഗരസഭയിലെ ഏതാണ്ട് 270 റോഡുകളുണ്ട്. ഈ റോഡുകളുടെ ഇരുവശങ്ങളിലും പല സ്ഥലത്തും നമുക്ക് കാണാൻ സാധിക്കും നിർമ്മാണ സാമഗ്രികൾ കൂട്ടിയിട്ട് വെള്ളത്തിൻ്റെ ഒഴുക്കിനെ തടസ്സപ്പെടുത്തുന്ന രീതിയിലൊക്കെ പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. ഇതൊക്കെ അടിയന്തിരമായി നീക്കാൻ വേണ്ടിയിട്ട് പൊതുജനങ്ങൾക്ക് അറിയിപ്പ് കൊടുത്തിട്ടുണ്ട്. കണ്ണൂർ റോഡിലെ വെള്ളക്കെട്ട് ഒഴിവാക്കുന്നതിൻ്റെ പരിമിതി എന്ന് പറയുന്നത് ഈ വെള്ളം ഒഴുകിപ്പോകേണ്ട ഡ്രെയിനേജ് ഇല്ല എന്നുള്ളതാണ്. ഇരിക്കൂർ റോഡ് ജംഗ്ഷന് ശേഷമുള്ള ഭാഗം PWയുടെ കൈവശമുള്ള സ്ഥലമാണ്. ഈ സ്ഥലത്ത് ഡ്രെയിനേജ് നിർമ്മിക്കാത്തതാണ് ഈ വെള്ളക്കെട്ടിന് പ്രധാനപ്പെട്ട കാരണം. കണ്ണൂർ റോഡ് പ്രകാശ് ജംഗ്ഷനിൽ ഒഴുകി വരുന്ന വെള്ളം ഡ്രെയിനേജിലേക്ക് ഇറങ്ങുന്നില്ല. അങ്ങനെ ഇറക്കിയാൽ അത്രയും വെള്ളത്തെ ഉൾക്കൊള്ളാനുള്ള വലുപ്പം ആ ഡ്രെയിനേജിലില്ല. അപ്പോൾ പൂർണ്ണമായി ആ ഡ്രെയിനേജ് മാറ്റം വരുത്തി PWD KSTP ആലോചിച്ച് ഈ ഡ്രെയിനേജ് മാറ്റം വരുത്തി ഡ്രെയിനേജ് പുനർനിർമ്മിച്ച് കണ്ണൂർ റോഡിൽ പോലീസ് സ്റ്റേഷൻ ഭാഗത്തേക്കുള്ള ഡ്രെയിനേജ് കൂടി പുനഃസ്ഥാപിച്ചാൽ മാത്രമേ സാധിക്കുകയുള്ളൂ. അതിന് നഗരസഭ എന്ന നിലയിൽ ഏത് തരത്തിലുള്ള ഇടപെടലാണോ നടത്തേണ്ടത് ആ ഇടപെടൽ നഗരസഭ വേണമെങ്കിൽ നടത്താമെന്ന് PWD അധികൃതർക്ക് ഉറപ്പ് കൊടുത്തിട്ടുണ്ട്. നഗരത്തിന്റെ വിവിധ മേഖലകൾ 5 ക്ലസ്റ്ററായി തിരിച്ചാണ് ശുചീകരണം. രാവിലെ 8 മണിക്ക് ബസ് സ്റ്റാൻഡിൽ ഉദ്ഘാടനം നടക്കും. ബഹുജനങ്ങൾ, അംഗൻവാടി പ്രവർത്തകർ, ആശാ വർക്കർ, ഗ്രന്ഥശാല പ്രവർത്തകർ, യുവജന സന്നദ്ധ സംഘടനാ പ്രവർത്തകർ, വിവിധ രാഷ്ട്രീയ പാർട്ടി പ്രതിനിധികൾ എന്നിവർ പങ്കെടുക്കുമെന്നും ഭരണസമിതി വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു. ശുചീകരണത്തിന്റെ ഭാഗമായി ശേഖരിച്ച മാലിന്യങ്ങൾ നഗരസഭാ വാഹനത്തിൽ ശേഖരിച്ച ക്ലീൻ കേരള കമ്പനിക്ക് കൈമാറും. വാർത്താ സമ്മേളനത്തിൽ നഗരസഭാ ചെയർമാൻ N ഷാജിദ്, കൗൺസിലർമാരായ VK സുഗതൻ, K മജീദ്, P അനിത, അബ്ദുൾ ജലീൽ എന്നിവർ പങ്കെടുത്തു. ഗ്രാമിക ന്യൂസ്, മട്ടന്നൂർ.